സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിന്റെ ജയം 1-2 ഗോളുകൾക്ക് ബാഴ്സലോണയെ തോൽപ്പിച്ചു. റയലിനായി എംബാപ്പയും ബെല്ലിംഗ്ഹാമും ഗോൾ നേടി. ബാഴ്സയുടെ ഗോൾ ഫെർമിൻസ് ലോപ്പസ് ആണ് നേടിയത്. രണ്ടാം പകുതിയുടെ അധിക സമയത്ത് സൂപ്പർ താരം പെഡ്രി ചുവപ്പ് കാർഡ് കണ്ടത് ബാഴ്സയ്ക്ക് തിരിച്ചടിയായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ജയം. ക്രിസ്റ്റൽ പാലസിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മത്സരത്തിന്റെ 39-ാം മിനിറ്റിൽ മുൻ ക്രിസ്റ്റൽ പാലസ് താരം എസ്ഐ ആണ് ഗോൾ നേടിയത്. ജയത്തോടെ 22 പോയിന്റുമായി ഗണ്ണേഴ്സ് 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. മികച്ച ഫോമിലായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി. എതിരില്ലാത്ത ഒരു ഗോളിന് ആസ്റ്റൺ വില്ലയാണ് സിറ്റിയെ തോൽപ്പിച്ചത്. 16 പോയിന്റുമായി ലീഗിൽ 5-ാം സ്ഥാനത്താണ് സിറ്റി. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് ഗോകുലം കേരള ഇന്നിറങ്ങും. പഞ്ചാബ് FC ആണ് എതിരാളികൾ. ബാംബോലിമിൽ വൈകിട്ട് 4:30-ക്കാണ് മത്സരം. സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ സിറ്റി സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടും. രാത്രി 7:30-ക്ക് ഫത്തോഡയിലാണ് മത്സരം. സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ഭാഗ്യ ചിഹ്നത്തെ അവതരിപ്പിച്ച കണ്ണൂർ വാരിയേഴ്സ്. വീരൻ എന്നാണ് ഭാഗ്യ ചിഹ്നത്തിന്റെ പേര്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വീരനെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയത്. വനിതാ ഏകദിന ലോകകപ്പിലെ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 27 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 119 റൺസ് നേടി. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 126 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. ഇന്ത്യൻ സ്കോർ 57-ൽ നിൽക്കെ വീണ്ടും മടയെത്തിയതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ സെമി പോരാട്ടം. ഇന്ത്യക്ക് ആശങ്കയായി ഓപ്പണർ പ്രതിക റാവലിനും റിച്ച ഘോഷിനും പരിക്കേറ്റിട്ടുണ്ട്. വോളിബോൾ ലീഗിൽ കന്നിക്കിരീടം സ്വന്തമാക്കി ബംഗളൂരു ടോർപിഡോസ്. കലാശ പോരാട്ടത്തിൽ മുംബൈ മീറ്റിയോസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. ലീഗ് ഘട്ടത്തിൽ മുംബൈയോട് പരാജയപ്പെട്ട ബംഗളൂരുവിന് ഫൈനൽ ജയം മധുര പ്രതികാരം കൂടിയായി.